അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്. നേരത്തെ നമസ്കാരം. 1000 ശ്രാദ്ധമുണ്ടവനെ പൂട്ടാൻ ആനത്തൊടൽ പോരാ എന്നൊരു ചൊല്ലുണ്ട്. ഒടിയന്റെ മുമ്പിൽ മായവും മന്ത്രവും കൊണ്ട് ചെല്ലുന്നത് പോലെയാണ് CPI നേതാവായ പി രാജൻ നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പഠിപ്പിക്കാൻ ചെല്ലുന്നത്. മുൻകാലങ്ങളിൽ ആ സീറ്റിലിരുന്ന കുമ്പളങ്ങാ മോറന്മാരെ പോലെയല്ല ഇപ്പോഴിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓണം കുറേ ഉണ്ടതാണ്. 1991 മുതൽ തുടർച്ചയായി 8ാം തവണയാണ് അദ്ദേഹം നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സഭാചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് വളരെ കുലീനമായ നിലയിലാണ് തിരുവഞ്ചൂർ സഭയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ശാസിക്കേണ്ടവരെ ശാസിക്കാനും തിരുത്തേണ്ടവരെ തിരുത്താനും അദ്ദേഹത്തിനറിയാം. രാഷ്ട്രീയമായ കടുംപിടുത്തങ്ങളോ പക്ഷപാതങ്ങളോ ഇല്ലാതെയാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. പുതുതായി സഭയിലെത്തിയ BJP അംഗം ഗോപകുമാർ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പിണറായി വിജയനെ എത്ര ശാന്തമായും അന്തസ്സോടെയുമാണ് അദ്ദേഹം തിരുത്തിയതെന്ന് നമ്മൾ കണ്ടു. അല്പസ്വല്പം ഉദാര സമീപനമൊക്കെ കാണിക്കണ്ടേ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ പിണറായി പോലും ചിരിച്ചുപോയി. ഉപപ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം CPI ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ ഒരു പദവി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പി രാജൻ സഭയ്ക്കകത്തും പുറത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം AIYF-കാരൻ റോഡിൽ നിന്നും കോരി നിറച്ച കുപ്പിവെള്ളം പിണറായി വിജയൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് നാണം കെടുത്തിയത് ഈ രാജനായിരുന്നു. AIYF-കാരൻ നടത്തിയ സമരത്തിൻ്റെ പിന്നിൽ കയ്യും കെട്ടി നിന്ന ഇദ്ദേഹം കാണിച്ച അഭ്യാസങ്ങളൊക്കെ ചിരിക്ക് വക നൽകുന്നതായിരുന്നു. ഭരണത്തിൻ്റെ അവസാന നിമിഷം ചൂരൽമലയിൽ പോയി ഉരപ്പ് പണി ചെയ്ത് ഉരപ്പ് രാജൻ എന്ന പേരും സ്വന്തമാക്കി. ഇന്ന് സഖാവ് പി രാജൻ നിയമസഭയിൽ തിരുവഞ്ചൂരിനോട് ഒന്ന് കൊമ്പ് കോർക്കാൻ ചെന്നു. അതിനുള്ള മറുപടി സ്പീക്കർ കയ്യോടെ അങ്ങ് കൊടുക്കുകയും ചെയ്തു. വോക്കൗട്ട് പ്രസംഗം നടത്തുന്നതിനിടയിൽ വായിൽ വരുന്നതെല്ലാം പറയാനുള്ള ശ്രമമാണ് സ്പീക്കർ പരാജയപ്പെടുത്തിയത്. ശ്രീ രാജൻ, അങ്ങ് വോക്കൗട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൗട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ഇറങ്ങി പോകും മുമ്പ് സഖാവ് രാജൻ സ്പീക്കർക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. ആ പൊട്ടത്തരത്തിന് തല്ലും വാങ്ങിയാണ് രാജൻ സഭ വിട്ടിറങ്ങിപ്പോയത്. കഴിഞ്ഞയാഴ്ച ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുകയാണ് സാർ എന്ന് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ സ്വതസിദ്ധമായ ശൈലിയിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മതനിരപേക്ഷ മനസാക്ഷി കാണിക്കാത്ത ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യുകയാണ്. ആയിക്കോട്ടെ. ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അത് രാജന് വലിയ ആക്ഷേപത്തിന് വക നൽകി. അരുത് രാജ പോകരുതേ എന്ന് സ്പീക്കർ പറയുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? താങ്കൾ വോക്കൗട്ട് ഭീഷണി ഉയർത്തിയത് അതുദ്ദേശിച്ചായിരുന്നോ? അയ്യോ പോവല്ലേ, അയ്യോ പോവല്ലേ, ഇങ്ങനെ പറഞ്ഞ് തടസ്സപ്പെടുത്താനൊന്നും അവിടെ ആരുമില്ല രാജ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പോകാം, വരാം പോകാം. സാറിന് മേലാൽ അങ്ങനെയൊന്നും പറയരുത്, അത് ട്രോളുകാരെടുത്തിട്ട് ഉപയോഗിക്കും, അത് വളരെ മോശമാണ് എന്ന് പഠിപ്പിക്കാൻ ചെന്നതാണ് പി രാജൻ. ബഹുമാനപ്പെട്ട അംഗമേ, ചെയറിനെ ചോദ്യം ചെയ്യാൻ വരരുത് എന്ന ഒറ്റ പറച്ചിലിലൂടെ അദ്ദേഹം സ്തബ്ധനാക്കി കളഞ്ഞു രാജനെ. തുടർന്ന് വോക്കൗട്ട് പ്രഖ്യാപിച്ചു. ഇറങ്ങിപ്പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നതിന് പകരം യെസ് എന്നാണ് തിരുവഞ്ചൂർ ഇത്തവണ പറഞ്ഞത്. അർഹമായ അളവിൽ പ്രതിസന്ധി അർഹമായ അളവിൽ തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മറുപടിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ ഞാനും എന്റെ കക്ഷിയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക. ഏതെങ്കിലും കമ്മികൾ ട്രോൾ ചെയ്യുന്നോ എന്ന് നോക്കിയല്ല സഭാനാഥൻ റൂളിങ്ങുകൾ നൽകുന്നത്. ശരിക്കും അന്നത്തെ ആയിക്കോട്ടെ പ്രയോഗം രാജന് വലിയ ക്ഷീണമായി പോയി. ആ ആയിക്കോട്ടെ പ്രയോഗത്തെ ഒന്ന് വിശകലനം ചെയ്താൽ രാജന് നൊമ്പരമുണ്ടായതിൽ തെറ്റു പറയാനുമില്ല. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ആറ്റിൽ ചാടാൻ പോകുന്നു, നമ്മളതിന് മറുപടിയായി ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ പറഞ്ഞവനുണ്ടാകുന്ന ദണ്ണം ചില്ലറയൊന്നുമല്ല. ഞാനിപ്പോൾ മരത്തിൽ നിന്ന് ചാടുമെന്ന് ഒരാൾ മുകളിലിരുന്ന് പറയുമ്പോൾ നമ്മൾ കീഴേ നിന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ആ ഒരു മാനസിക ദണ്ണമാണ് രാജന് അന്നുണ്ടായത്. ഭരണം പോയതോടെ മുൻമന്ത്രിയായിരുന്ന പി രാജന് പല പല ദണ്ഡങ്ങളാണ്. അന്ന് നവകേരള സദസ്സ് നടത്താൻ കേരളമാകെ പിണറായി പ്രഭുവിനൊപ്പം ബസ്സിൽ പോകുമ്പോൾ എന്തൊരാനന്ദമായിരുന്നെന്നോ ഈ രാജന്. ബസ്സിൽ കിടന്നങ്ങ് നിഗളിക്കുകയായിരുന്നു രാജൻ. യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാന്മാരും പോലീസും എല്ലാം കൂടിയിട്ട് തല്ലുന്നത് കാണുമ്പോൾ എന്തൊരു സുഖമായിരുന്നു രാജൻ സഖാവിന്. ഇപ്പോൾ ജലപീരങ്കിക്ക് മുമ്പിൽ നിന്ന് ഒന്ന് നനഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചൊറിയുന്നേ, കലക്കവെള്ളം വീണേ എന്നൊക്കെയായി കരച്ചിൽ.
അന്ന് രാജൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരം കലക്കാനുള്ള എല്ലാ പണികളും ഒപ്പിച്ചു വെച്ചിട്ടാണ് ADGP അജിത് കുമാർ കഥ കടച്ച് കിടന്നുറങ്ങിയത്. രാജൻ എത്രയോ തവണ വിളിച്ചിട്ടും ADGP ഫോൺ എടുത്തില്ല, കണ്ട ലക്ഷണവും കാണിച്ചില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പിണറായി വിജയൻ കമാന്നൊരക്ഷരം പറയുകയോ തിരുത്തുകയോ ചെയ്തിരുന്നോ? അടുത്ത പൂരം വരെയും എന്താണ് അന്ന് സംഭവിച്ചതെന്ന കാര്യത്തിൽ രാജന് ഒരു വ്യക്തതയുമില്ല. ആ ഒരൊറ്റ പൂരം കലക്കലോടെ സുരേഷ് ഗോപി പാർലമെന്റിലെത്തി. പിണറായി വിജയന്റെ കോളാമ്പി ചുമ്മികളായി മാത്രം കഴിഞ്ഞ 5 വർഷക്കാലം ഭരണത്തിലിരുന്ന് സുഖിച്ചവരാണ് ഈ CPI-ക്കാർ. സഭ ചേർന്ന ഓരോ ദിവസവും വോക്കൗട്ട് അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇനിയുള്ള കാലത്തായാലും ട്രോളുകാരെ പേടിച്ച് സഭ നിർത്തിവെക്കാൻ പറ്റില്ല രാജ. നവകേരള യാത്രയിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ രാജൻ്റെ ഉഷാറും ഉശിരുമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. മരുമകൻ തെക്കോട്ട് നടക്കുമ്പോൾ CPI-ക്കാർ വടക്കോട്ട് നടക്കും. കഴിഞ്ഞ ഭരണകാലത്ത് പ്രതിപക്ഷത്തിന് ഒരൊറ്റ അക്ഷരം പറയാൻ കഴിയാത്ത രീതിയിൽ കൂവലും കുമ്മിയടിയുമായിരുന്നു ഭരണത്തിലിരുന്ന് ചെയ്തത്. ഏതെങ്കിലും മന്ത്രി പറയേണ്ട ഉത്തരം വരുമ്പോൾ എല്ലാത്തിനും പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷ് ചാടി എഴുന്നേൽക്കും. VD സതീശൻ ആരോഗ്യവകുപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുടൻ കീച്ചിരിപ്പുള്ളി ചിലയ്ക്കും പോലെ അലച്ചു വിളിച്ച് ചാടി എഴുന്നേൽക്കുകയായിരുന്നു വീണ ജോർജിൻ്റെ പണി. അന്നത്തെ രാജാവും മന്ത്രിമാരുമൊക്കെ വിദൂഷക വേഷം കെട്ടി സഭയിൽ നനഞ്ഞു കുളിച്ചിരിക്കുന്നത് കാണുമ്പോഴേ ചിരിയാണ് ജനത്തിന്. സ്വയം കൃതാനർത്ഥം എന്നല്ലാതെ എന്തു പറയാനാണ്? പ്രതിപക്ഷ നേതാവ് വോക്കൗട്ട് പ്രസംഗം നടത്തി ഇറങ്ങിപ്പോയാലും രാജൻ പോകില്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യം ഉരുളക്കണക്കിന് ഉരുട്ടി വയ്ക്കുകയാണ് രാജൻ. പ്രതിപക്ഷ നേതാവിനൊപ്പം ഇറങ്ങിപ്പോയവരെല്ലാം കാന്റീനിൽ പോയി ചായയും പഴംപൊരിയും കഴിച്ചു തുടങ്ങിയാലും രാജൻ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. മലയാളത്തിൻ്റെ മാനത്തെപ്പറ്റിയൊക്കെയാണ് ഇപ്പോൾ പുള്ളി പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഉപനേതൃസ്ഥാനം ഞങ്ങൾക്ക് തരുമെന്ന് ബിനോയ് വിശ്വം പിണറായി വിജയൻ്റെ പുറകെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. അതിനൊരു തീരുമാനമുണ്ടാക്കിയെടുക്കാൻ ഇതുവരെ രാജനും രാജൻ്റെ പാർട്ടിക്കും കഴിഞ്ഞില്ല. ഓരോ ദിവസവും സഭയിലെത്തി വയറ് നിറച്ച് വാങ്ങിയിട്ട് പോകാനാണല്ലോ പിണറായിയുടെയും P രാജിൻ്റെയും ഒക്കെ ദുര്യോഗം.